നമസ്കാരം. ഇൻഡിഗോയ്ക്ക് ഒരു കിടിലൻ പണി തന്നെയാണ് DGCA ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻഡിഗോയുടെ സിഇഒയ്ക്ക് DGCAയുടെ നോട്ടീസ് കൊടുത്തു. അടുത്ത 24 മണിക്കൂറിനകം ഇപ്പോഴുള്ള വിമാന പ്രതിസന്ധിയുടെ കാരണം എന്താണെന്ന് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഇൻഡിഗോയ്ക്ക് ഉണ്ടാവുക. ഇൻഡിഗോ മനഃപൂർവ്വം തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാക്കിയെടുത്തത് എന്ന് വേണം കരുതാൻ. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു ഷോർട്ടേജ് ഒന്നും അവർക്ക് ഒരു പൈലറ്റ്സിൻ്റെയോ ഒന്നും ഷോർട്ടേജ് ഒന്നും അവർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 2357 പേര് 2422 പേരാണ് അവർക്ക് വേണ്ടത്. 2357 പേരുടെ ഉള്ളൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഏകദേശം 65 പേരുടെയൊക്കെ ഷോർട്ടേജൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു ഷോർട്ടേജസ് ഒന്നും ഇൻഡിഗോയ്ക്കില്ല. എന്നിട്ടും 1000-ലേറെ ഫ്ലൈറ്റുകളാണ്, 1000 വിമാന സർവീസുകളാണ് വെള്ളിയാഴ്ച മാത്രം കട്ട് ചെയ്തത്. ശനിയാഴ്ച അത് 800-ന് മുകളിൽ ആയിരുന്നു. 2000-ലേറെ വിമാന സർവീസുകളാണ് അവർ ഒരാഴ്ചക്കിടയിൽ കട്ട് ചെയ്തത്. കാരണം നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലായിരുന്നത്. അതായത് ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അച്ഛനെയും അമ്മയും കാണുക, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചില ജോലികൾ അന്നേ ദിവസം തന്നെ ഹാജരായില്ലെന്നുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ യാത്രക്കാരുടെ ഒരു വലിയ പ്രശ്നത്തിന് ഇൻഡിഗോ ഒരു കാരണമായി മാറുകയായിരുന്നു. 2 വർഷത്തിന് മുന്നെയാണ് DGCAയുടെ ഒരു ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട പൈലറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം, പൈലറ്റ്സിൻ്റെ ഒക്കെ ഒരു ക്ഷീണം കണക്കിലെടുത്ത്. കാരണം യാത്രക്കാരുടെ ജീവൻ പൈലറ്റിൻ്റെ കയ്യിലാണ്. ഈ പൈലറ്റുമാർ അവിടെ എന്തെങ്കിലും തരത്തിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാധിക്കുക പൈലറ്റിനെ മാത്രമല്ല, യാത്രക്കാരെ മുഴുവൻ ബാധിക്കും. അത്തരത്തിലൊരു ഭീമമായ നഷ്ടം രാജ്യത്തിന് ഉണ്ടാകാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ടൈം ലിമിറ്റേഷൻ, അവരുടെ ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റെഗുലേഷൻ DGCAയുടെ ഭാഗമായിട്ട് വിമാന കമ്പനികൾക്ക് കൊടുത്തത്. ഇത് രാജ്യത്തെ എല്ലാ വിമാന കമ്പനികളും ഈ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറായി. ഇപ്പം എയർ ഇന്ത്യ അനുസരിക്കാൻ തയ്യാറായി, ആകാശ അനുസരിക്കാൻ തയ്യാറായി, സ്പൈസ് ജെറ്റ് അനുസരിക്കാൻ തയ്യാറായി. എന്നിട്ടും ഇത്രയധികം ദിവസത്തിൽ ഏകദേശം 2000-ന് മുകളിൽ ഫ്ലൈറ്റ് സർവീസ് നടത്തുന്ന വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് എന്തുകൊണ്ടത് അനുസരിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ആ ഉത്തരവാദിത്വം അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല? സത്യത്തിൽ ഇത് വലിയൊരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ മണക്കുന്നത്. കാരണം ഗവൺമെൻറ്റിനെ, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഇത്തരം നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അവർക്ക് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്നതെന്ന് ആണ് കണക്കിലാക്കുന്നത്. കാരണം ഒരു മതിയായ ഒരു വിശ്രമം പൈലറ്റിന് ആവശ്യമാണ്. അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടെയാണ്. ആഴ്ചയിൽ ഒരു റെസ്റ്റ് 48 മണിക്കൂറാക്കി, നൈറ്റ് ലാൻഡിങ് 6-ൽ നിന്ന് 2 ആക്കി മാറ്റി. ഇതൊക്കെയും ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്, പൈലറ്റിന് ക്ഷീണം കാരണം എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് രാജ്യത്തിന് മാറി നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതിന് ഒക്കെയുള്ളൊരു പകരം വീട്ടൽ പോലെയാണ് ഇൻഡിഗോ ഇപ്പോഴുള്ള ഒരു വിമാന റദ്ദാക്കൽ ഒരു ഭീഷണിയുമായിട്ട് മുന്നോട്ട് പോയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെതായി ബന്ധപ്പെട്ടൊരു ഷോക്കേസ് നോട്ടീസ് ഇൻഡിഗോയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന് 24 മണിക്കൂറിനകത്ത് ഇൻഡിഗോ മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. അപ്പോൾ രാജ്യത്തുടനീളമുള്ള എയർപോർട്ടുകളിൽ വലിയ രീതിയിലുള്ള ക്യൂ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഡൽഹി വിമാനത്താവളത്തിൽ ഇന്നും വിമാന കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വളരെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹി ഇന്ദിരാഗാന്ധി ഇപ്പം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ കാര്യമെടുത്താലും, അല്ലെങ്കിൽ ചെന്നൈ വിമാനത്താവളത്തിലും, മുംബൈ ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും, എല്ലാ രാജ്യത്തുടനീളമുള്ള എല്ലാ വിമാനത്താവളത്തിലും ഇത്തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും. 115 ഇൻഡിഗോ സർവീസാണ് താൽക്കാലികമായിട്ട് ഹൈദരാബാദ് നിർത്തിവച്ചിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഉടനീളം ഇത്തരത്തിൽ ഇന്നും അവരുടെ വിമാന ക്യാൻസലേഷൻസ് തുടരുകയാണ്. അപ്പോൾ ഇത് ഇനി നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഇപ്പോൾ 1000-ലേറെ സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കി. ഇപ്പം മുൻ സൂചിപ്പിച്ചതുപോലെ 1000 സർവീസുകളാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആയിട്ട് ഇൻഡിഗോ റദ്ദ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് രാജ്യത്ത് ഒരു വിമാന കമ്പനി പോകുമ്പോൾ, വിമാന കമ്പനിയുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും ഇത്തരത്തിലൊരു ക്യാൻസലേഷൻ, മാസീവായിട്ടുള്ള ഒരു ക്യാൻസലേഷൻ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയെ കയറൂരി വിടാൻ സാധിക്കില്ല. കൃത്യമായ നിയമ നടപടികൾ ഇൻഡിഗോ ക്ഷണിച്ച് തന്നെ വരുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.